രാധേ രാധേ. ഞാൻ എൻ്റെ എന്ന ഈ ഭാവം ചിന്ത ഉണ്ടാവാനേ പാടില്ല. ഈ ഞാനെന്ന ഭാവം നമ്മളെ ഭഗവാനിൽ നിന്നും അകറ്റുമെന്നാണ് പറയുക. നമുക്കൊരിക്കലും ഈശ്വരനിൽ എത്താൻ സാധിക്കില്ല. എൻ്റെ കഴിവുകളെല്ലാം എൻ്റേതാണ്. ഞാൻ നന്നായി പഠിക്കും, ഞാൻ നന്നായി പാട്ട് പാടും, നൃത്തം ചെയ്യും, ജോലി ചെയ്യും. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാം ഞാനാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ നമ്മളെ പറഞ്ഞ് ആ കുട്ടി നന്നായി എല്ലാം ചെയ്യും, അപ്പോൾ നമ്മളുള്ളിൽ നമ്മൾ പോലും അറിയാതെ ഒരു ഭാവം വരില്ലേ, എന്നെക്കാളും കഴിവുള്ളൊരു വേറെ ആരുമില്ല, എനിക്കെല്ലാം സാധിക്കും. ഈ ഒരു ചിന്ത നമുക്ക് വരാൻ പാടില്ല. എല്ലാം ഭഗവാന്റെ കഴിവുകളാണ്. എല്ലാവർക്കും കഴിവുകളുണ്ട്. ഏത് നിമിഷവും നമുക്ക് ഇപ്പോൾ എൻ്റെ കഴിവുകളെല്ലാം ഏത് നിമിഷവും നഷ്ടപ്പെടാം. ഞാനതിലൊരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. ഒരു ചിന്ത നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം. എല്ലാം ഭഗവാന്റെ കഴിവുകളാണ്. ആ ഭഗവാൻ തന്നതുകൊണ്ടാണ് എനിക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ നന്ദി പറയേണ്ടത് ഭഗവാനോടാണ്. അത് എൻ്റെ കഴിവാണെന്ന് നമ്മളൊരിക്കലും ചിന്തിച്ച് ആ ഭാവത്തിൽ ജീവിക്കരുത്. ഇത് ഭഗവാന്റെ കഴിവാണ്. അപ്പോൾ ഈ കഴിവുകളെല്ലാം എനിക്ക് തന്നു, അതെനിക്ക് നന്നായി ചെയ്യാൻ സാധിക്കുന്നു. അതിൽ നമ്മൾ ഭഗവാനോട് നന്ദി പറയാണ് വേണ്ടത്. എൻ്റെ കഴിവുകളെല്ലാം എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ, അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിച്ച് സന്തോഷിക്കുക. രാധയോടും കൃഷ്ണനോടും നന്ദി പറയുക. ഈ ഞാൻ എന്ന ഭാവം തോന്നരുത് എന്ന് ഭഗവാനോട് എപ്പോഴും പ്രാർത്ഥിക്കുക. രാധേ രാധേ.